ഇവരെല്ലാം പറഞ്ഞ സാധനമായിട്ടായിട്ടില്ലേ അവര് ചെറിയ കാര്യത്തില് ഇതിപ്പോ ഈ പിള്ളേർ ഇത്രയും നടന്ന് ഈ പാടവും കടന്ന് വെള്ളവും കടന്ന് ചവിട്ടി തെറിപ്പിച്ചൊക്കെ വരുമ്പോ അവർക്ക് സമയം കാണും. ഒരു കാര്യത്തിൽ ഞങ്ങളൊക്കെ എന്റെയൊക്കെ ലൈഫിൽ ഒരു കാര്യത്തിൽ ഞാൻ മടുക്കത്തില്ല. ഞാൻ ഇന്നലെ പറഞ്ഞില്ല, ഞാൻ ഇന്നലെ ഒരു ആ പെരുമണ്ണ മുഴുവൻ നനഞ്ഞു. സാധാരണക്കാരാണ് ഇന്ന് പനിച്ച് കിടക്കുന്നത്. നമ്മൾ പഠിക്കാനൊന്നും നേരെ അത് നമ്മുടെ പിള്ളേർ നല്ല ഞാൻ പഠിച്ചത് ഇതുപോലെ സ്കൂളിലാണ്. അപ്പം നമ്മുടെ പിള്ളേർ നല്ല ഫിറ്റാണ്. അപ്പൊ അത് നിങ്ങളൊന്ന് കുറച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ പിള്ളേരെ നന്നായിട്ട് കൊണ്ടുവരാം. അപ്പൊ ഞാനിങ്ങനെ ക്ലാസ് വലിയ പിള്ളേർക്ക് ക്ലാസ് എടുക്കുമ്പോൾ എംപ്ലോയബിലിറ്റി ക്ലാസ് എന്ന് പറയും. ഇവര് അക്ബർ ഞാൻ ക്ലാസ് എടുത്തത് ഇവർക്ക് 10, 18 വയസ്സ് 19 വയസ്സുണ്ടായിരുന്നപ്പോൾ കല്യാണം കഴിച്ചിട്ടാണ് അല്ലേ. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചെറിയ പിള്ളേരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയെങ്കിൽ നല്ലതാണെന്ന് നോക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ കിട്ടുന്ന അവസരം എന്റെ വളരെ വളരെ ക്ലോസ് ഫ്രണ്ടാണ് ടീച്ചർ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ഞാൻ വരാം എന്ന് പറഞ്ഞു. അപ്പൊ വളരെ നല്ല ശ്രദ്ധയുള്ള നല്ല ആൾക്കാരാട്ടോ. ഫ്രീ ആയിട്ട് ഞാൻ പറയുന്നത് പെട്ടെന്ന് പെട്ടെന്ന് അല്ലേ. എനിക്ക് ഞാൻ പറയുന്നത് നിങ്ങളെ വേറൊന്നും ആലോചിക്കണം, പെട്ടെന്ന് ചെയ്താണ്. ഞാൻ എല്ലാവരും നിങ്ങളെ കവിടത്ത് പിടിച്ചു പെട്ടെന്ന് പിടിക്കണം. എത്ര പേരുണ്ട് കവിടത്ത് പിടിച്ചവര്, എത്ര പേരുണ്ട് താടിക്കും? ഞാൻ നിങ്ങളോട് എന്നാ പറഞ്ഞേ, താടിക്കും അല്ലേ, കാലത്താടിക്കും അല്ലേ. പണ്ട് ഞാൻ പിടിച്ചിട്ടുണ്ട്. എന്താ സംഭവം അറിയാമോ? അതിന്റെ ഒരാൾ മാത്രമേ ചോദിച്ചുള്ളൂ സാറിന്റെ കാര്യമാണ്. അതായത് നമ്മൾ കാണുന്ന കാര്യമാണ് ചെയ്യും, കേൾക്കുന്നതെല്ലാം വലിയ കാര്യം, എന്നാൽ കാണുന്ന കാര്യം എത്ര അല്ല വലിയ കാര്യം എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ പിള്ളേര് കാണുന്ന കാര്യം ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ കാണുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. അപ്പൊ ഞാൻ നമ്മുടെ പിള്ളേര് എവിടെയെങ്കിലും ഇപ്പൊ പോയിട്ട് ജോലി ചെയ്യുന്നത് രണ്ടായിട്ട് തിരിക്കുക നമ്മുടെ ലോകത്തെ. കോവിഡിന് മുമ്പുള്ള കാലഘട്ടോ കോവിഡിന് ശേഷമുള്ള കാലം അല്ലെ. കോവിഡിന് നമ്മളിപ്പോ എവിടെ ചെന്നാലും കാണാം. നമ്മള് ഒരു കുട്ടി പറഞ്ഞു, അച്ഛാ ഞാന് അച്ഛൻ പറഞ്ഞു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലോട്ട് ആവശ്യമായ ഇഷ്ടംപോലെ സാധനങ്ങള് ഒക്കെ വീട്ടിലോട്ട് പോരായിരുന്നു. ഒരു കുട്ടി പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, എടാ എന്റെ കാലത്ത് 100 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സാധനം മേടിച്ചോണ്ട് പോരാ, ബിസ്ക്കറ്റ് വലുതാണ്. അപ്പൊ അവൻ പറഞ്ഞു ഇപ്പൊ പറ്റിയ അച്ഛാന്ന് പറഞ്ഞു. അതിനാ ക്യാമറ ഉണ്ട്. അച്ഛന്റെ അനുഭവമല്ല, ഇപ്പൊ ക്യാമറ ഉണ്ടെന്നാണ് അല്ലെ. ഇപ്പൊ നമ്മളെല്ലാം ക്യാമറയുടെ കാലത്ത് ജീവിക്കുന്ന ആൾക്കാർ. ഇപ്പൊ ക്യാമറയുടെ കാലത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇവര് നമ്മുടെ ഒരു ജോലിക്കായിട്ടൊക്കെ ഇവര് നടന്നു വരുമ്പോ അറിയാം ഇവരുടെ സ്വഭാവം. ഇവര് ഇരിക്കുമ്പോ അറിയാം ഇവരുടെ സ്വഭാവം, ഇവര് സംസാരിക്കുമ്പോ അറിയാം ഇവരുടെ സ്വഭാവം. അതിനുശേഷം ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ ഉള്ളു. ഞാനൊക്കെ എന്ത് ജോലി കിട്ടിയത് അല്ലെങ്കിൽ ഈ ടീച്ചറിനൊക്കെ നമ്മുടെയൊക്കെ കാലത്ത് ആൾക്കാർക്ക് ജോലി കിട്ടിയത് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം പറയാം. ഇന്ന് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം പറഞ്ഞതല്ല, അവൻ നടന്നു വരുമ്പോഴേ അറിയാം. അപ്പൊ അല്ലെങ്കിൽ നല്ല ആളുകളെ നടക്കാൻ പഠിക്കും.